അങ്ങനെ നമ്മുടെ നാളത്തെ പ്രൊമോ വീഡിയോ എത്തിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നാളത്തെ പ്രൊമോ വീഡിയോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് പ്രൊമോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമേ തന്നെ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകൾ അപ്പോഴായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുക. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരെ പ്രൊമോ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ പ്രൊമോ വീഡിയോ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സച്ചി രേവതിക്ക് നല്ല വഴക്ക് കൊടുക്കുകയാണ്. എന്നെപ്പോലെ തന്നെ നിനക്കും ഈ വീട്ടിൽ അധികാരമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായിരുന്നു എപ്പിസോഡിൽ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഇനി പ്രൊമോ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രവീന്ദ്രൻ വരികയാണ്. അപ്പോൾ രവീന്ദ്രനെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതി എന്തോ പറയാനായിട്ട് രവീന്ദ്രൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി ചെല്ലുകയാണ്. സ്പീഡിന് നടന്ന് ചെല്ലുകയാണ് നമ്മുടെ ചന്ദ്രമതി. അങ്ങനെ ചെല്ലുന്ന സമയത്തിന് നമ്മുടെ സച്ചി തട്ടിയെറിഞ്ഞ ആ ബക്കറ്റും വെള്ളം ഉണ്ടല്ലോ, അതിൽ തട്ടിയിട്ട് നമ്മുടെ ചന്ദ്രമതി എന്ന് പറഞ്ഞ് ഇങ്ങനെ തെന്നി അങ്ങ് പോവുകയാണ്. അങ്ങനെ വന്ന് പടാന്ന് പറഞ്ഞൊരു വീഴ്ച അങ്ങ് വീഴുകയാണ് നമ്മുടെ ചന്ദ്രമതി. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയെ പെട്ടെന്ന് തന്നെ നേരെ സുതി ഓടി വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രമതി വീണേൻ്റെ ആ ഒരു ബഹളത്തിൽ നമ്മുടെ രേവതിയും സച്ചിയും വരികയാണ് താഴേക്ക്. എന്താണ് ബഹളമെന്നൊന്നും അറിയുന്നില്ല. അങ്ങനെ എല്ലാവരും ഓടി വരികയാണ്. അച്ചമ്മ വരികയാണ്. അങ്ങനെ വന്നിട്ട് നമ്മുടെ ചന്ദ്രമതിയെ താങ്ങി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ കസേരയിലിരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ ചന്ദ്രമതിയുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ഇങ്ങനെ വീണ കാര്യത്തെ പറ്റിയൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ശരിക്കും നമ്മുടെ രേവതിയാണ് കുറ്റപ്പെടുത്തിയത്. പുള്ളിക്കാരത്തി തറ തുടച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ ഇട്ടിരുന്നത് കൊണ്ട് അതിൽ തന്നെയാണ് വീണത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ചന്ദ്രമതി സംസാരിക്കുന്നത്. പക്ഷേ അത് കേട്ട സച്ചി ഒട്ടനെ തന്നെ ഓൺ ദി സ്പോട്ടിൽ മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ചമ്മയോടായിട്ട് നമ്മുടെ സച്ചി പറയണം, അച്ചമ്മേ, ഇവർ വീണത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഈ രാത്രിയിൽ രേവതി നിലം തുടച്ചത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം സച്ചി കാര്യം പറയുകയാണ്. ഈ രാത്രിയിൽ ഇവരാണ് അമ്മ എന്നല്ല, ഇവരാണ് രേവതിയോട് പറഞ്ഞത് ഈ രാത്രി തന്നെ ഈ തറ മുഴുവനും തൂത്ത് തുടച്ച് കഴുകി വൃത്തിയാക്കാനായിട്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? താലി മാറ്റിക്കെട്ടുന്ന ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഇവളെ വീട്ടിൽ നിന്നും ഇവളെ ബന്ധുക്കളും കൂട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ വന്നിട്ട് പോയതുകൊണ്ട് ഈ വീട് മുഴുവനും അശുദ്ധിയായി എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഈ രാത്രി തന്നെ രേവതിയോട് ഈ വീട് മുഴുവനും ക്ലീൻ ചെയ്യണം എന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ രേവതി ചെയ്ത ആ ഒരു വെള്ളമാണ് അവിടെ ഞാനാണ് തട്ടിയെറിഞ്ഞത്. എന്നിട്ട് നമ്മുടെ സച്ചി അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ അച്ചമ്മയും എല്ലാവരും ഇങ്ങനെ ഉറച്ച് പറയുകയാണ്. ശ്രീകാന്തൊക്കെ അത് കേട്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും കേട്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങിണൊക്കെ നിൽക്കുകയാണ്. നമ്മുടെ കലാവതിയും ഇങ്ങനെ ഒരു നോട്ടം കൊടുക്കുകയാണ്. നമ്മുടെ ചന്ദ്രമതിയെ നോക്കി ദഹിപ്പിക്കുകയാണ്. ചന്ദ്രമതിയാണെങ്കിൽ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ സച്ചി ഇത് പറയുമ്പോൾ ആകെ ചൂളി ഒരു പരുവായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ അതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ വീട് കാണിക്കുന്നുണ്ട്. ശ്രുതിയുടെ വീട്ടിലെ ശ്രുതിയുടെ അമ്മ കുഞ്ഞിനെ അണിയിച്ചൊരുക്കി മുടിയൊക്കെ ചീകി കെട്ടി കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ മാനേജറുണ്ടല്ലോ, ഈ പറയുന്ന കുഞ്ഞിനെയും അമ്മയെയും ഫോളോ ചെയ്ത് കുമാരപുരത്തേക്ക് വന്ന നമ്മുടെ മാനേജർ അവിടേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു അയൽവാസി സ്ത്രീയെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ഞാനിവിടെ നമ്മുടെ മാനേജർ പറയുന്ന ഇങ്ങനെയാണ്, ഞാനിവിടെ സെൻസസ് എടുക്കാൻ വന്ന പുതിയ ഉദ്യോഗസ്ഥനാണ്. ഈ വീട്ടിലുള്ളവരെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? ഈ വീട്ടിൽ എത്ര പേരുണ്ട്, ആരൊക്കെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ വീട്ടിലെ കുഞ്ഞിൻ്റെ അമ്മ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ അയൽവാസിയായ സ്ത്രീ പറയുകയാണ്, ഈ വീട്ടിൽ താമസിക്കുന്ന കുഞ്ഞിൻ്റെ അമ്മ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, എന്താണ് അവരുടെ പേര് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ മാനേജർ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ആ കുട്ടിയുടെ പേര് കല്യാണി എന്നാണ് എന്നിങ്ങനെ പറയുമ്പോൾ മാനേജർക്ക് കാര്യം പിടി കിട്ടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ആക്കിയുള്ള ഒരു ചിരിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് മാനേജർ. ഇത്രയും മതി, പുള്ളിക്കാരൻ ഉദ്ദേശിച്ച കാര്യം നടന്നു, ഇനി ശ്രുതിയുടെ ലൈഫ് നശിപ്പിക്കുക എന്നുള്ളൊരു ചിന്താഗതിയിലിരിക്കുകയാണ് പുള്ളിക്കാരൻ. ഇനി നാട്ടിൽ വന്നതിന് ശേഷം, അതായത് തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം നമ്മുടെ ശ്രുതിയോട് ഇനി ബ്ലാക്ക് മെയിൽ ചെയ്യുമോ നമ്മുടെ ശ്രുതിയെ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, ഇനി ശ്രുതിയെ ഈ ഒരു കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് പുള്ളിക്കാരൻ്റെ ഇഷ്ടത്തിന് നിൽക്കാനായിട്ട് ശ്രുതിയെ അതിന് വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരൻ ശ്രുതിയെ അതിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുമോ? അതേസമയം നേരെ ചെന്ന് ശ്രുതിയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് കല്യാണം നേരെ ചെന്ന് കുളമാക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നാളെ എപ്പിസോഡ് വരുന്ന
വരുന്നതുവരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു അടിപൊളി പ്രൊമോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ഒരു ലൈക്ക് തന്നിട്ട് പോകണം. അതുപോലെ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് തന്നിട്ടും പോവുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. ഇനി എന്താ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം. ഇനി നാളെ മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു സുന്ദരമായ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ വരും. അതുപോലെ തന്നെ പോകെ പോകെ എല്ലാ എപ്പിസോഡുകളുടെയും, അതായത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സീരിയലിൻ്റെയും പ്രൊമോ വീഡിയോയുമായിട്ട് ഞാൻ വരും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും ഗുഡ് നൈറ്റ്.